അഭിവന്ദ്യനായ ദേവി കാർത്യായനി കൃപ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രസിഡൻറ്റും യോഗാധ്യക്ഷനുമായ എൻ്റെ സഹപ്രവർത്തനായിരുന്ന പ്രൊഫസർ ആർ എൻ ശർമ്മ, കാർത്യായനി കൃപ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മറ്റ് ഭാരവാഹികളെ, സഹോദരി സഹോദരന്മാർ, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവസരം ഇവിടെ എനിക്ക് ഇങ്ങനെ ഒരു ക്യാൻസറിനെ സംബന്ധിച്ച ഒരു ബോധവൽക്കരണ പരിപാടിക്ക് അവസരം തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തും. ആദ്യമേ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്കും ഇവിടെ ഈ കോട്ടയം ആസ്ഥാനമാക്കി ഒരു ചാരിറ്റബിൾ സൊസൈറ്റി, ക്യാൻസർ കൺട്രോൾ ആൻഡ് റിസർച്ച് സൊസൈറ്റി, ഇതിൻ്റെ ആഭിമുഖ്യത്തിൽ കൂടിയാണ് നമ്മളുടെ ഇന്നത്തെ ഈ ബോധവൽക്കരണ പരിപാടി നടക്കാൻ പോകുന്നത്. ഈ സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ കുമാരനെല്ലൂരാണ്. കുമാരനെല്ലൂർ എവിടെയാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ മനോജിൻ്റെ വീട്ടിലാണ്. ഡോക്ടർ മനോജാണ് ഈ സംഘടനയുടെ സെക്രട്ടറി, ഞാൻ പ്രസിഡൻറ്റ്. പിന്നെ ഞങ്ങൾ ഏതാനും സുഹൃത്തുക്കളും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു സംഘടനയാണ്. ഏതായാലും ഞാൻ ഈ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. നമുക്ക് ക്യാൻസർ നിയന്ത്രണം എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് ക്യാൻസറിൻ്റെ തോത് എന്തുമാത്രം ഉണ്ടാകും എന്നറിയണം. ഇന്ത്യയിൽ ഒരു വർഷം, ഇത് ഇച്ചിരി പഴയ കണക്കാണ്, ഏതാണ്ട് 20 ലക്ഷം ക്യാൻസർ രോഗികൾ, അതായത് ഒരേ സമയം ഏതാണ്ട് 60 ലക്ഷം ക്യാൻസർ രോഗികൾ നിലവിലുണ്ട്. അതായത് പുതിയതായിട്ട് കണ്ടുപിടിക്കപ്പെടുന്ന രോഗികളുടെ 3 ഇരട്ടിയാണ് ഒരേ സമയം നിലവിലുള്ള ക്യാൻസർ രോഗികൾ. കേരളത്തിൽ ഏതാണ്ട് 65,000 പുതിയ ക്യാൻസർ രോഗികൾ പ്രതിവർഷം കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത് വളരെ സാർവത്രികമായിട്ടുള്ള ഒരു അസുഖമല്ല, ഹൃദ്രോഗമോ പ്രമേഹമോ ഒക്കെ പോലെ അല്ല. പക്ഷേ എങ്കിലും ക്യാൻസർ ഇതിന് അർഹിക്കുന്നതിൽ കൂടുതൽ പ്രാധാന്യം കിട്ടും, ആൾക്കാർ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം വളരെ സാധാരണമായൊരു അസുഖമാണ് എന്ന് എല്ലാവർക്കും തോന്നുന്നു. 10% ക്യാൻസർ മരണങ്ങൾ ക്യാൻസർ മൂലമാണ് ലോകത്തിലുള്ളത്. ക്യാൻസർ പ്രതിരോധം എന്ന് പറയുമ്പോൾ അതേപ്പറ്റി നമുക്ക് ആദ്യമേ തന്നെ പറയാം. കാരണം എപ്പോഴും ക്യാൻസർ വരാതെ തടയുന്നതാണ് ഏറ്റവും ഉത്തമം, വന്നിട്ട് ചികിത്സിക്കുന്നതിനെ കഴിഞ്ഞ്. പ്രാഥമിക പ്രതിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണമായിട്ടുള്ള വസ്തുക്കളെ വർജിക്കുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പുകയിലയുടെ ഉപയോഗം അല്ലെങ്കിൽ മദ്യപാനം. ദ്വിതീയ പ്രതിരോധം എന്ന് പറഞ്ഞാൽ അസുഖം നേരത്തെ കണ്ടുപിടിക്കുക, അത് ഉചിതമായി ചികിത്സിച്ച് ഭേദമാക്കുക. നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു ദൗർഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളം പ്രബുദ്ധരായ ജനവിഭാഗങ്ങളുടെ ഒരു സംസ്ഥാനമാണ്. ഇവിടെ പലപ്പോഴും നമുക്ക് രോഗികൾ തുടക്കത്തിലെ തന്നെ അസുഖവുമായി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് എത്താറുണ്ട്, അല്ലെങ്കിൽ ക്യാൻസർ ആശുപത്രികളിൽ എത്താറുണ്ട്. പക്ഷേ പലപ്പോഴും മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ നീണ്ട കാത്തിരിപ്പ് ഇത് വേണ്ടി വരുന്നു. അപ്പം ദ്വിതീയ പ്രതിരോധം ഇവിടെ ഒരു വലിയ പരാജയം അല്ലേ എന്നുള്ളത് സംശയരഹിതമായിട്ട് പറയാൻ പറ്റും, പരാജയമാണ്. തൃതീയ പ്രതിരോധം എന്ന് പറഞ്ഞാൽ ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത ക്യാൻസറുകൾക്ക് വേദനയ്ക്ക് ശമനം കൊടുക്കുക, ശാന്തമായ ജീവിതാന്ത്യം കൊടുക്കുക, സ്വാന്തന ചികിത്സ. അപ്പോൾ അതിന് ഇന്നത്തെ കാലത്ത് 1980-85 കാലഘട്ടം മുതൽ നമ്മുടെ നാട്ടിൽ മോർഫിൻ ഗുളികയായിട്ടും ലിക്വിഡായിട്ടും ഒക്കെ ഇന്ന് ലഭ്യമാണ്. പണ്ട് ഇഞ്ചക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 85 മുതൽ ഈ മോർഫിൻ്റെ ഈ അവൈലബിലിറ്റി മൂലം ഇന്ന് ക്യാൻസർ രോഗികൾക്ക് വേദന സംഹാര ചികിത്സ വളരെ പഴയതുപോലെ ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് കാണുന്നില്ല. എന്താണ് ക്യാൻസർ?
ക്യാൻസർ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ സ്വതന്ത്രമായി വളരുകയും അനിയന്ത്രിതമായി പടരുകയും ചെയ്യുന്ന കോശ സമൂഹമാണ് ക്യാൻസർ. ശരീരത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും രോഗികളോട് പറയാറുള്ളത്, ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളും ശരീരത്തിൻ്റെ നിയന്ത്രണത്തിലാണ് പലപ്പോഴും. പക്ഷേ ശരീരത്തിൻ്റെ നിയന്ത്രണത്തിലല്ല, നമ്മുടെ ശരീരത്തിൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു കോശ സമൂഹമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിലുള്ള വേറൊരു ജീവിയാണ്. ക്യാൻസർ എന്നാൽ ഒരു രോഗമാണ് എന്നെല്ലാവരും വിചാരിക്കും. ക്യാൻസർ വാസ്തവത്തിൽ അങ്ങനെയല്ല. 200 പരമെന്നുള്ളതല്ല, 1,900 തരം വൈവിധ്യമാർന്ന ക്യാൻസറുകൾ ഓരോന്നും വ്യത്യസ്തമാണ്. ഓരോ അവയവങ്ങൾ വരുന്നതും വ്യത്യസ്തമാണ്. ഓരോ അവയവങ്ങളിൽ വരുന്ന അസുഖങ്ങൾ പോലും വ്യത്യസ്തമാണ്. പൊതുവായി ലോകാരോഗ്യ സംഘടന പണ്ട് പറയുമായിരുന്നു 1/3 ക്യാൻസറുകൾ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ന് ഇത് പഴയ കണക്കാണ്. ഇന്നത്തെ ഇതിൽ ഈ ക്യാൻസർ ചികിത്സാ രംഗത്ത് വന്ന വിപ്ലവകരമായ മാറ്റങ്ങളും അത് കണ്ടുപിടിക്കാനുള്ള നൂതന മാർഗങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് ഏതാണ്ട് 50% ക്യാൻസറുകൾ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ക്യാൻസറുകൾ എടുത്താൽ അതിൽ പകുതി അതിനെ ഫലപ്രദമായി ചികിത്സിച്ച് അസുഖത്തിന് നിയന്ത്രണം കൊടുത്ത് വർഷങ്ങളോളം രോഗികൾക്ക് സാധാരണ രീതിയിലുള്ള ജീവിതം കുടുംബാംഗങ്ങളും ഒക്കെ ഒത്ത് കഴിയാൻ സാധിക്കുന്നു. ഇപ്പം നമുക്കറിയാം, പ്രമേഹം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ ക്യാൻസറിനെയും നമ്മൾ ഒരു ക്രോണിക് ഡിസീസായി കണക്കാക്കി അതിനെ വേണ്ട രീതിയിൽ നിയന്ത്രിച്ച് ദശാബ്ദങ്ങളോളം രോഗികൾക്ക് കുടുംബാംഗങ്ങളുമൊത്ത് ജീവിക്കാൻ കഴിയും. അതും ഏതാണ്ട് ഈ പൂർണ്ണമായി ഭേദമാക്കുന്നതിന് സമാനമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ക്യാൻസറിൻ്റെ കാരണങ്ങൾ പ്രധാനമായിട്ടും നമുക്കറിയാം, പുകയില, ജീവിതശൈലി വന്ന മാറ്റങ്ങൾ, നമ്മൾ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മളുടെ നാട്ടിലുള്ള ഏറ്റവും സർവ്വസാധാരണമായിട്ടുള്ള സ്ത്രീകളിലുള്ള ക്യാൻസർ ഗർഭാശയ ഗള ക്യാൻസറായിരുന്നു. പക്ഷേ പിന്നീട് അത് മാറി ഇന്ന് സ്തനാർബുദമായിട്ട് മാറി. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലേതുപോലെ നമ്മുടെ നാട്ടിലും സ്തനാർബുദം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതശൈലി മാറ്റം വന്നു, നമ്മൾ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടു. പഴയതുപോലെ നമ്മൾ വ്യായാമവും ഒന്നും ചെയ്യുന്നില്ല, നമ്മുടെ ആഹാര രീതിയിൽ മാറ്റം വന്നു. ഇതെല്ലാം ഇതിന് കാരണമാണ്. നമ്മളുടെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ മാറ്റം വന്നു. പിന്നെ വൈറസുകൾക്ക് വളരെയധികം പങ്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ക്യാൻസറുകളുടെയും കാരണം വൈറസ് ബാധയാണെന്ന് ഇന്ന് നമുക്കറിയാം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നേസോഫാരിങ്സിൽ, അതായത് തൊണ്ടയുടെ മേൽഭാഗത്ത് വരുന്ന ക്യാൻസർ, അതുപോലെ തന്നെ ലിവറിൽ വരുന്ന ക്യാൻസർ, അതേപോലെ ഗർഭാശയ ഗള ക്യാൻസർ, തൊണ്ടയിൽ വരുന്ന ക്യാൻസർ, ഇങ്ങനെയുള്ള നിരവധി ക്യാൻസറുകളുടെ കാരണം യഥാർത്ഥത്തിൽ വൈറസ് ബാധയാണ് എന്നുള്ളത് നമുക്ക് അറിയാം. നിരന്തരമായ ഉരസൽ, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കൂർത്ത പല്ലുകൾ, അല്ലെങ്കിൽ പല്ല് ഏതെങ്കിലും കാരണവശാൽ ഒഴിയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കവിളിലോ നാക്കിലോ ഒക്കെ ഉരസുക, അല്ലെങ്കിൽ കൃത്രിമ പല്ല് വെക്കുമ്പോൾ അത് മൂലം, ഇങ്ങനെയൊക്കെ വരുന്നത് വളരെ സാധാരണമാണ്. ഹോർമോൺ അമിതമായിട്ടുള്ള ഉപയോഗം, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വന്ധ്യതയ്ക്ക് ചികിത്സിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് പലപ്പോഴും അവരിൽ സാധാരണയിൽ കൂടുതലായിട്ട് ക്യാൻസർ രോഗത്തിൻ്റെ തോത് കണ്ടുവരുന്നുണ്ട്. രാസവസ്തുക്കൾ പല ഖനികളിലും അതുപോലെ വാച്ച് റിപ്പയർ വർക്കുകളിലും ഒക്കെ ഏർപ്പെട്ടിരുന്ന പല ആൾക്കാർക്കും ഒക്കെ ഈ പലതരം ക്യാൻസറുകൾ, പ്രത്യേകിച്ച് ശ്വാസകോശ ക്യാൻസർ കണ്ടുവരുന്നുണ്ട്. റേഡിയേഷൻ കുട്ടിക്കാലത്ത് എന്തെങ്കിലും കാരണത്തിൽ കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് പിന്നീട് വളർന്നു വരുമ്പോൾ ക്യാൻസർ ഏതെങ്കിലും സ്ഥാനത്ത് ഉണ്ടാകുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. കേരളത്തിലെ ക്യാൻസർ തരങ്ങൾ
പ്രത്യേകമായിട്ട് പറഞ്ഞാൽ ശ്വാസകോശ ക്യാൻസറാണ് പുരുഷന്മാരിൽ ഒന്നാമത്, വായിലെ ക്യാൻസർ രണ്ടാമത് എന്നുള്ളത്. അതിനെ ഇന്ന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ അതിനെ പിന്തള്ളിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മൾ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടു. ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസറാണ്. നമ്മൾ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ റേഡിയോ മാങ്കോ പോലെയുള്ളതിൽ കേൾക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസറിനെ പറ്റിയുള്ള ബോധവൽക്കരണ സന്ദേശങ്ങളാണ്. സ്ത്രീകളിലാണെന്നവരിൽ ഇന്ന് സ്തനാർബുദം, വായിലെ ക്യാൻസർ, ഗർഭാശയ ഗള ക്യാൻസറിൻ്റെ തോത് കുറഞ്ഞു വരികയാണ്. പ്രധാനമായി 4 ഘട്ടങ്ങളുണ്ട്. ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അവയവത്തിൽ കണ്ടുവെന്നോ ആ അവയവത്തിൽ ഏറ്റവും പ്രാരംഭ ദശയിൽ ഉള്ള അസുഖത്തിനാണ് ഒന്നാം ഘട്ടം എന്ന് പറയും. രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞ് ഞാൻ വളരെ ലളിതമായിട്ട് പറയുകയാണ്. രണ്ടാം ഘട്ടം എന്ന് പറയുമ്പം അതിനോടനുബന്ധിച്ചുള്ള കടലകളിലേക്ക് അസുഖം വ്യാപിച്ചു. മൂന്നാം ഘട്ടം എന്ന് പറയുമ്പോൾ അതിനടുത്ത കടലകളിലേക്കും ഒക്കെ അസുഖം ബാധിക്കുമ്പോഴാണ് പലപ്പോഴും മൂന്നാം ഘട്ടം എന്ന് പറയുന്നത്. നാലാം ഘട്ടം എന്ന് പറയുന്നത് ഇതര അവയവങ്ങളിലേക്ക് വ്യാപിക്കും. ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും ഓരോ ക്യാൻസറിനെയും എങ്ങനെ ഘട്ടം തിരിക്കണം എന്നുള്ളതിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ ഇൻ്റർനാഷണൽ യൂണിയൻ അഗെയിൻസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പ്രകാരം വളരെ സങ്കീർണമായിട്ട് ഉള്ള പല പരിശോധനകളും ചെയ്താൽ മാത്രമേ ഓരോ ക്യാൻസറിനെയും കൃത്യമായി നമുക്ക് തരംതിരിക്കാൻ പറ്റുള്ളൂ. ക്യാൻസറിൻ്റെ സൂചനകൾ എന്തൊക്കെയാണ്? ഉണങ്ങാത്ത വ്രണങ്ങളൊക്കെ വരും, പക്ഷേ അത് വ്രണങ്ങൾ തന്നെ കരിഞ്ഞു പോകും. പക്ഷേ ചില അവസരങ്ങളിൽ ഈ വ്രണങ്ങൾ ഉണങ്ങാതെ വരികയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ ക്യാൻസർ ആയിട്ടത് രൂപാന്തരപ്പെടുന്നത്. വായിലുള്ള വെളുത്ത പാടുകൾ, ഇത് കൂടുതലും നമ്മുടെ നാട്ടിൽ ഈ പുകയില ഉപയോഗിച്ച് മുറുക്കുന്ന ആൾക്കാർ അവരുടെ വായ പരിശോധിച്ചാൽ, വർഷങ്ങളായിട്ട് ഇങ്ങനെ പിന്തുടരുന്ന ആൾക്കാർ അവരുടെ വായ പരിശോധിച്ചാൽ വെള്ളപ്പാടുകൾ കാണും, തുടച്ചു മാറ്റാൻ പറ്റാത്ത വെള്ളപ്പാടുകൾ. അതുപോലെ എരിവും ഉപ്പും ഒക്കെ കഴിക്കുമ്പോൾ നീറ്റൽ, അതും പലപ്പോഴും ഇതുപോലെ ഈ പുകയില ഉപയോഗമൊക്കെ കൂടുതലായിട്ടുള്ള പുകയിലയും ചുണ്ണാമ്പൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് ഇതുപോലെയുള്ള ഈ എരിവ് തീരെ സഹിക്കാൻ പറ്റാത്തവർ. സ്ത്രീകളിൽ ആവർത്തിച്ചുള്ള രക്തസ്രാവം, പ്രത്യേകിച്ച് സംഭോഗത്തിന് ശേഷം, ഇത് ഗർഭാശയ ഗള ക്യാൻസർ, സർവൈക്കൽ ക്യാൻസറിൻ്റെ ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു ഇതാണ്. ശരീരത്തുണ്ടാകുന്ന മുഴകളും തടിപ്പുകളും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന എല്ലാ മുഴകളും ക്യാൻസറല്ല. ക്യാൻസറാണോ ഇല്ലയോ എന്നുള്ളത് വീണ്ടും പരിശോധനയ്ക്ക് വിധേയമായാൽ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ആഹാരം ഇറക്കുവാനുള്ള പ്രയാസം, തുടരെയുള്ള വയറുവേദന, മലശോധനയിൽ വരുന്ന ക്രമക്കേടുകൾ, രക്തം പോക്ക്, വയറിളക്കം, മലബന്ധം, ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇത് സാധാരണ പല ആൾക്കാർക്കുമുള്ള പല അസുഖങ്ങൾ വരുമ്പോഴുള്ള ഓരോരോ രോഗലക്ഷണങ്ങളാണ്. വാസ്തവത്തിൽ ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം എന്ന് ഓരോരുത്തരും ചോദിക്കും. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമുക്ക് വരുന്ന ഓരോ പരാതികളും അതിന് വേണ്ടുന്ന പ്രാധാന്യം കൊടുത്ത് യഥാസമയം ഒരു ഡോക്ടറെ കണ്ട് സംശയ നിവൃത്തി നടത്തുക എന്നുള്ളതാണ് ഈ അസുഖം നേരത്തെ കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗം. ഒരു സാധാരണ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് MBBS ഡിഗ്രി എങ്കിലും ഉള്ള ഒരു ഡോക്ടറെ കണ്ട് സംശയ നിവൃത്തി നടത്തേണ്ടതായിട്ടുണ്ട്. മാറാത്ത ചുമ, ശബ്ദമടം. നമ്മുടെ നാട്ടിൽ ഈ മാറാത്ത ചുമ എന്ന് പറയുമ്പോൾ 2 തരമുണ്ട്. ഒന്ന് കഫമുള്ള ചുമ, ഒന്ന് കഫമില്ലാത്ത ചുമ. കഫമുള്ള ചുമ ഇങ്ങനെ മാറാതെ നിന്ന് കഴിഞ്ഞാൽ അത് പലപ്പോഴും നമ്മൾ ട്യൂബർക്യുലോസിസ് അല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ കഫമില്ലാത്ത ചുമയാണെന്ന് വരികയിൽ ഒരുപക്ഷെ വൈറസൊക്കെ ബാധയൊക്കെ ഉണ്ടാകുമ്പോൾ, വൈറൽ ഫീവറൊക്കെ വരുമ്പോൾ അധിക സമയത്തൊക്കെ ചിലപ്പം കഫമില്ലാത്ത ചുമയായിരിക്കും. പക്ഷേ ഇങ്ങനെ വിട്ടുമാറാത്ത നിൽക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അനന്തര പരിശോധനകൾ നടത്തി എക്സ്റേ എങ്കിലും എടുത്ത് പരിശോധിച്ച് അത് ഉറപ്പുവരുത്തേണ്ടതായിട്ട്. മൂത്രവിസർജനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് പതിവിൽ കൂടുതലായിട്ട് പോകേണ്ടി വരിക, തടസ്സം തോന്നുക, രക്തം പോക്ക്, പ്രത്യേകിച്ച് 45 വയസ്സിന് മേൽ പ്രായമുള്ളവരിൽ എന്ന് പറഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെയും മൂത്രാശയ ക്യാൻസറിൻ്റെയും ഒക്കെ ഒരു ലക്ഷണമാണ് മേൽ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് പലപ്പോഴും അടിയന്തരമായിട്ട് ഒരു ഡോക്ടറെ കണ്ട്
സംശയനിവൃത്തി നടത്തുക, അതുപോലെ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് വിധേയമാക്കുക. അപ്പോൾ ഇത് പൊതുവെ പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസറിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ളതായിരിക്കാം. അതിന് ഇന്ന് രാസപരിശോധനയുണ്ട്, PSA ടെസ്റ്റിംഗ്, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ടെസ്റ്റിങ് നടത്തുക, അതുപോലെ മലദ്വാരം പരിശോധിക്കുക, അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് വിധേയമാകുക. ഇതൊക്കെ ചെയ്യുകയാണെന്ന വരിയിൽ ഇത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. നേരത്തെ കണ്ടുപിടിച്ചാൽ അത് പൂർണ്ണമായി ഭേദപ്പെടുത്താൻ സാധിക്കും. മറുക്, കാക്കപ്പുള്ളി, അരിമ്പാറ ഇവയുടെ നിറത്തിലും വലിപ്പത്തിലും ഉണ്ടാകുന്ന വ്യതിയാനം, പ്രായം ചെന്നവർക്ക് അപസ്മാരം അല്ലെങ്കിൽ വിട്ടുമാറാത്ത തലവേദന. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപസ്മാരം വരുമ്പോൾ താക്കോലെടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മാന്ത്രികനെ കൊണ്ടുള്ള ചികിത്സ കൊടുക്കുക, ഇതൊക്കെയായിരുന്നു. പക്ഷേ അപസ്മാരം പ്രായമായവർക്ക് വന്നാൽ തീർച്ചയായിട്ടും അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് പലതരം ടെസ്റ്റുകളുണ്ട്, CT സ്കാനിങ് ഉണ്ട്, MRI സ്കാനിങ് ഉണ്ട്. ഇതൊക്കെ ചെയ്താൽ അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയും. വിട്ടുമാറാത്ത തലവേദന എല്ലായ്പ്പോഴും അത് ക്യാൻസർ കൊണ്ടാകണമെന്നില്ല. മുട്ടുകളിലാണെന്ന വരിയിൽ ഉന്മേഷക്കുറവ്, ഇടവിട്ടുള്ള പനി തുടങ്ങിയവ മാറാതെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട്, ഒരു പീഡിയാട്രീഷ്യനെ കണ്ട് സംശയ നിവൃത്തി നടത്തേണ്ടതുണ്ട്. കാഴ്ചക്കുറവ്, കണ്ണിലെ വെളുത്ത പാടുകൾ, ഈ സൂചനകൾ എല്ലായ്പ്പോഴും ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ ആകണമെന്നില്ല. ഒരു ഡോക്ടറെ കണ്ട് സംശയ നിവൃത്തി നടത്താനായിട്ടുള്ള ഒരു രോഗലക്ഷണങ്ങളെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ കാണാം, ഈ വായിൽ കാണുന്ന ഈ വെളുത്ത പാട്, തുടച്ച് മാറ്റാൻ പറ്റുന്ന ഈ വെള്ളപ്പാട്, മാറ്റാൻ പറ്റാത്ത വെള്ളപ്പാട്, ഇത് ക്യാൻസർ ആകണമെന്നില്ല. ക്യാൻസറിൻ്റെ മുന്നോടിയായിട്ടുള്ള ലൂക്കോപ്ലേക്ക എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. പക്ഷേ ഇത് ക്യാൻസർ അല്ല എന്നുള്ളത് ഒരു ബയോപ്സിയിൽ കൂടി മാത്രമേ നമുക്ക് സ്ഥാപിക്കാൻ കഴിയൂ. ഇത് മൂക്കിൽ വന്നിട്ടുള്ള ഒരു തൊലിപ്പുറമേ വന്ന ഒരു ക്യാൻസറിൻ്റെ ലക്ഷണമാണ്. അത് പരിശോധനയ്ക്ക് വിധേയമായതിന് ശേഷം ആണ് നമ്മൾ ഈ പടമെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നോക്കിയാൽ കാണാം, ഇത് ത്വക്കിൽ വരുന്ന ക്യാൻസറിൻ്റെ ഒരു തുടക്കമാണ് കാണുന്നത്. ചികിത്സയ്ക്ക് വിധേയമാകാതെ ഇരുന്ന് ഹോമിയോ ചികിത്സയൊക്കെ കഴിഞ്ഞ് പിന്നീട് വന്നപ്പോൾ ഇത്രയായി, പിന്നീട് ഇപ്പോൾ ചികിത്സയ്ക്ക് വരുമ്പോൾ ഇത്രയും വലിപ്പത്തിലായി. അപ്പോൾ പലപ്പോഴും ചികിത്സ സമയത്ത് തന്നെ, നേരത്തെ തന്നെ ചെയ്യുകയാണെന്ന് വരികിൽ നമുക്ക് ഈ അസുഖം ഭേദമാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കിയാൽ വായിൽ ഒരു വളർച്ച, പൊതുവേ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, വായിൽ ഇതുപോലെ ഒരു വളർച്ച വന്നാൽ ഉടനെ അതങ്ങ് എടുത്ത് കളയുക, അതല്ലേ അതിനുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ. എടുത്ത് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കവിള്, ഈ അസുഖമുള്ള ഭാഗവും അതിന് ചുറ്റും വാഴച്ചോട്ടിൽ വാഴവിത്ത് കാണും എന്ന് പറഞ്ഞ പോലെ ക്യാൻസർ ചോട്ടിൽ ക്യാൻസർ വിത്തുകൾ കാണും. അപ്പോൾ അതെല്ലാം കൂടെ ഒന്നായിട്ട് എടുത്ത് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന ആ വിടവ് നികത്തുന്നതിന് പിന്നീട് ദശ വേറെ എവിടെ നിന്നെങ്കിലുമൊക്കെ എടുത്ത് വെക്കണം. അങ്ങനെ സങ്കീർണമായിട്ടുള്ള ഒരു ശസ്ത്രക്രിയ പലപ്പോഴും വേണ്ടി വന്നേക്കാം. പക്ഷേ ചില അവസരങ്ങളിൽ ഇതിന് ഇതര ചികിത്സയുണ്ട്, അതായത് റേഡിയേഷൻ ചികിത്സ. ഇവിടെ നമ്മൾ നോക്കിയാൽ റേഡിയേഷൻ ആ രോഗിക്ക് കിട്ടി, വായുടെ വലത്ത് ഭാഗത്ത് മഞ്ഞ നിറത്തിലുള്ള ഒരു റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഈ സമയത്ത് ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടും. എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതിയല്ല, ഇപ്പോൾ അസുഖം വളരെ മൂർച്ഛിച്ചു. ഈ സമയത്ത് പലപ്പോഴും ഒരു ചികിത്സ പൂർണ്ണമാക്കാതെ തന്നെ ആൾക്കാർ ചിലപ്പോൾ ഹോമിയോയ്ക്കും ആയുർവേദത്തിനുമൊക്കെ മാറുന്നതായിട്ട് കാണും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് ഈ റിയാക്ഷനൊക്കെ മാറിക്കഴിയുമ്പം, അസുഖം മാറിക്കഴിയുമ്പോൾ അത് ഹോമിയോ കൊണ്ടോ ആയുർവേദം കൊണ്ടോ മാറിയതാണെന്നുള്ള ഒരു ധാരണ ഉണ്ടാകും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അയൽവക്കക്കാർക്ക് പിന്നീട് അസുഖം വരുമ്പോൾ അവർ ഈ ചികിത്സയ്ക്ക് പോവില്ല, ഹോമിയോയോ ആയുർവേദമോ ഒക്കെ ചെയ്ത് കടന്ന ഘട്ടത്തിൽ എത്തിച്ചേരുന്നതായിട്ടുള്ള അവസ്ഥ ഇവിടെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പാർശ്വഫലങ്ങൾ താൽക്കാലികമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് പാർശ്വഫലങ്ങൾ വളരെ താൽക്കാലികമാണ് എന്നുള്ളത് നമ്മൾ ഏവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ രോഗിയുടെ നമ്മുടെ വായ നോക്കിയാൽ വായിൽ ഏതാണ്ട് ആ അസുഖം ഇപ്പോൾ പൂർണ്ണമായി മാറി, ഒന്നും കാണാനില്ല. ഇത് നമ്മളുടെ പ്രിയങ്കരനായ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടായിരുന്ന ക്യാൻസർ കെയർ സെൻ്ററിൻ്റെയും ഒക്കെ
ഉൽപ്പത്തിക്ക് ഏറ്റവും മുൻകൈ എടുത്ത PGR സാറിൻ്റെ അമ്മാവനാണ്. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായില്ല, അസുഖം റേഡിയേഷൻ ചികിത്സയിൽ കൂടി മാറി. ഇത് നാക്കിൽ തന്നിരിക്കുന്നത് വേറെ ഒരു രോഗിയുടെ അസുഖമാണ്. നമുക്കറിയാം, ഇത്രയും വലിയ വളർച്ചയായിട്ട് പോലും അത് ചികിത്സ കൊണ്ട് ഏതാണ്ട് പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഒരു ചെറിയ ഇടവേള, കാരണം നമ്മുടെ ഈ യോഗത്തിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ ബോധവൽക്കരണ പരിപാടിയിലേക്ക് അടയ്ക്കുണ്ടായി. തീർച്ചയായിട്ടും എല്ലാ ചടങ്ങുകൾക്കും ഒരു മുഖവുര വേണ്ടതുണ്ട്. അതിനാൽ നമ്മൾ 2-3 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ അതിലേക്കായിട്ട് മുതിരുകയാണ്. ഈ ക്യാൻസർ ചികിത്സയിൽ റേഡിയേഷൻ തെറപ്പി ചികിത്സ എന്ന് പറയുമ്പോൾ 2 തരം ചികിത്സയുണ്ട്. ഒന്ന് എക്സ്റ്റേണൽ ബീം റേഡിയേഷൻ. അതുതന്നെ ഇന്ന് വൈവിധ്യമാർന്നിട്ടുള്ള ഒരുപാട് വ്യത്യസ്തരായ ചികിത്സാ മാർഗങ്ങൾ അതിൽ തന്നെ ഉണ്ട്. എങ്കിൽ തന്നെയും മറ്റൊരു വളരെ സങ്കീർണമായ ഫലവത്തായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ബ്രാക്കിതെറപ്പി. അതായത് അസുഖമുള്ള ഭാഗത്ത് റേഡിയേഷൻ വമിക്കുന്നതായിട്ടുള്ള വസ്തുക്കളെ അവിടെ നിക്ഷേപിച്ച് അവിടെ മാത്രമായിട്ട് റേഡിയേഷൻ കൃത്യമായിട്ട് നൽകുന്നത് വഴി, അതായത് അസുഖത്തിന് പരമാവധി റേഡിയേഷനും അസുഖമില്ലാത്ത ഭാഗങ്ങൾക്ക് പരമാവധി റേഡിയേഷൻ ഒഴിവാക്കുകയും ചെയ്തുള്ള ചികിത്സാ മാർഗങ്ങൾ ഇന്നുണ്ട്. ഇത് വാസ്തവത്തിൽ ഒരു ആയുർവേദ വൈദ്യനാണ്. അദ്ദേഹത്തിന് നാക്കയിൽ ക്യാൻസർ വന്നു. അന്ന് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന് ഈ ബ്രാക്കിതെറാപ്പി ചികിത്സ നടന്നപ്പോൾ ഉള്ള ചികിത്സ ആ സമയത്തെടുത്ത ചിത്രമാണ്. ഇന്ന് ഈ വക ചികിത്സകൾ നൽകുമ്പോൾ ഡോക്ടർമാർക്കോ നേഴ്സുമാർക്കോ ഒന്നും ഒരു 0.001% പോലും റേഡിയേഷൻ ലഭിക്കുന്നു. അതായത് റേഡിയേഷൻ യാതൊരു കാരണവശാലും ഈ റേഡിയേഷൻ ചികിത്സാ വിഭാഗത്തിലുള്ള പ്രവർത്തകർക്ക്, വിദ്യാർത്ഥികൾക്ക് ഒന്നും കിട്ടുന്നില്ല. മറിച്ച് ഇതര ചികിത്സാ വിഭാഗങ്ങളായിട്ടുള്ള കാർഡിയോളജി, ഗാസ്ട്രോഎൻട്രോളജി, ഇവിടെയൊക്കെയാണ് ഇന്ന് റേഡിയേഷൻ. ഇത് ഇന്നത്തെ കാലത്ത് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് പോലും വളരെ തെറ്റായ ഒരു ധാരണ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത്. ഇങ്ങനെ വരുമ്പോഴും ഈ നാക്കിൻ്റെ ഈ അസുഖം ഉണ്ടായിരുന്ന ഭാഗത്ത് നമ്മൾ കണ്ടോ, വളരെ കൃത്യമായിട്ട് ഒരു റിയാക്ഷൻ താൽക്കാലികമായിട്ട് വരുന്നു. പക്ഷേ ഏതാനും ദിവസങ്ങൾ കൊണ്ട് അത് പൂർണ്ണമായിട്ട് മാറും. ഇത് നോക്കിയാലും നാക്കിൻ്റെ ഏതാണ്ട് 4/3 ഭാഗത്തും ഒരു വളർച്ചയുണ്ട്. അദ്ദേഹത്തിന് ഈ റേഡിയേഷൻ ചികിത്സ ലഭിച്ചു, അസുഖം മാറിയിരിക്കും. ഇവിടെ നമ്മൾ നോക്കിയാൽ നാക്കൽ കണ്ടിരിക്കുന്നത് ഇത് 1ാം ഘട്ടത്തിലുള്ള അസുഖമാണ്. പക്ഷേ ഇതിനും ഈ പറഞ്ഞ പോലെ നാക്ക് ഏതാണ്ട് പകുതി ഭാഗത്തോളം നീക്കം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് കഴിഞ്ഞ് ഇതര ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ മാംസം അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് അസുഖം അത് റീകൺസ്ട്രക്റ്റ് ചെയ്ത് നാക്കിൻ്റെ പ്രവർത്തനം നന്നാക്കി പൂർവ്വസ്ഥിതിയിലേക്ക് ഏതാണ്ട് അതിന് സമാനമായിട്ട് കൊണ്ടുവരുന്നതിന് ഇന്ന് മാർഗങ്ങളുണ്ട്. എന്നാൽ പോലും ഈ ബ്രാക്കിതെറാപ്പി ചികിത്സയിൽ കൂടി ഈ രോഗിക്ക് അസുഖം പൂർണ്ണമായി മാറിയിരിക്കുന്നു. അതേപോലെ ഇവിടെ നോക്കിയാൽ ഇത് നാക്കിൽ വന്നിരിക്കുന്ന അസുഖമാണ്. ഇദ്ദേഹത്തിന് ഈ ബ്രാക്കിതെറാപ്പി ചികിത്സയ്ക്ക് പകരം ഈ ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് റേഡിയേഷൻ എന്ന് പറയുന്ന ചികിത്സയാണ് നൽകിയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായി മാറിയതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. പലപ്പോഴും ഒന്നിൽ കൂടുതൽ ചികിത്സാ രീതികളെ സമന്വയിപ്പിച്ച് നമ്മൾ നോക്കണം. ഒരു ചികിത്സാ രീതി കൊണ്ട് മാത്രം പൂർണ്ണമായി ഭേദമാക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും സാധിക്കില്ല, പാർശ്വഫലങ്ങൾ കൂടും. ഈ രോഗിക്ക് യഥാർത്ഥത്തിൽ റേഡിയേഷൻ ആദ്യം നൽകുകയും അതിനുശേഷം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുകയും ചെയ്യും. മറിച്ച് ശസ്ത്രക്രിയയ്ക്ക് ആദ്യം വിധേയമായി റേഡിയേഷൻ പിന്നീട് നൽകുകയും ഇതും ഇന്ന് സാർവത്രികമായി കണ്ടുവരുന്നു. എന്നാൽ ഇന്ന് ഇതിനെല്ലാം പുറമെ മരുന്ന് ചികിത്സയും കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ ഒന്നായിട്ട് ചേർത്ത് നൽകുന്ന ചികിത്സാ രീതി ഇന്ന് വളരെ പ്രാമുഖ്യം നേടിയിരിക്കുന്നു. ഇവിടെ ഇത് നോക്കിയാൽ പ്രായം ഈ ചികിത്സയ്ക്ക് ഒരു തടസ്സമല്ല എന്നുള്ളതാണ്.
82 വയസ്സുള്ള ഈ ആൾക്ക് ആദ്യം വായിൽ അസുഖം വന്നപ്പോൾ അതിന് റേഡിയേഷൻ ചികിത്സയ്ക്ക് വിധേയമായി. പക്ഷേ 92 വയസ്സായപ്പോൾ അവിടെ വീണ്ടും ഒരു ചെറിയ ആരംഭം കണ്ടു. ആ സമയത്ത് ഇദ്ദേഹം പിന്നെ അന്ന് ചേർത്തല ആശുപത്രിയിൽ റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ നിന്ന് വിരമിച്ച സർജിക്കൽ ഓങ്കോളജി മേധാവി ഉണ്ടായിരുന്നു. അദ്ദേഹം ശസ്ത്രക്രിയ നടത്തി അതിനുശേഷം ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എടുത്ത ചിത്രമാണിത്. അതായത് 92 വയസ്സുള്ളവർക്കും ഇന്നത്തെ ആധുനികമായിട്ടുള്ള അനസ്തീഷ്യ മാർഗങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ സമയമെടുത്ത് ഉള്ള ശസ്ത്രക്രിയ പോലും വളരെ വിജയകരമായിട്ട് ചെയ്യുന്നതിന് സാധിക്കും. ഇത് ഈ നമ്മുടെ പൂച്ചക്കണ്ണ് പോലെ കാണുന്നു. ഇത് മറ്റൊന്നുമല്ല, റെറ്റിനോബ്ലാസ്റ്റോമ എന്ന് പറയുന്ന കുട്ടികളിൽ വരുന്ന കൃഷ്ണമണിയിൽ, അതായത് പിന്നെ റെറ്റിനയിൽ വരുന്ന ഒരു അസുഖമാണ്. ഇത് ഒരു കുട്ടിക്ക് കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സഹോദരങ്ങളെയും അതിൻ്റെ ഫസ്റ്റ് കസിൻസിനെയും സെക്കൻഡ് കസിൻസിനെയും ഒക്കെ പരിശോധനയ്ക്ക് വിധേയമാണ്. കാരണം ഇതിനകത്ത് കുറച്ച് പാരമ്പര്യം ഉണ്ട്. ഇവിടെ നമ്മൾ ഒരു കാര്യം, ഈ ചികിത്സാ രംഗത്ത് ഏറ്റവും ഫലപ്രദമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം ചികിത്സ പൂർണ്ണമാക്കണം. പലപ്പോഴും ചികിത്സ ആൾക്കാർ പൂർണ്ണമാക്കാറില്ല. ഈ അമ്മ കല്ലൂർക്കുളം ക്ലാരിസ്റ്റ് കോൺവെൻറ്റിലെ സിസ്റ്റർ എമിലി, അവർ ആദ്യം അവരുടെ പുറത്ത് ഒരു മുഴയുണ്ടായിരുന്നു. ആ മുഴയുമായിട്ട് അവർ കോട്ടയത്ത് മെഡിക്കൽ സെൻറ്ററിൽ പോയി ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി. ഒരു 2-3 മാസം കഴിഞ്ഞപ്പം വീണ്ടും അസുഖം വന്നു. വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി. വീണ്ടും ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. അതിനുശേഷം വീണ്ടും അസുഖം വന്നപ്പോൾ അവർക്ക് ഈ മോഡേൺ മെഡിസിൻ ചികിത്സയിൽ തന്നെ ഒരു വിശ്വാസക്കുറവ് വന്നു. അവർ അന്ന് പട്ടേൽ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള ഹോമിയോപ്പതി ഡോക്ടർ ചികിത്സയിലേക്ക് പോയി. പക്ഷെ അവിടെയും പ്രയോജനം ഉണ്ടായില്ല. അവർ മത്തങ്ങയുടെ വലിപ്പത്തിൽ തക്കാളിക്കായുടെ നിറത്തിലുള്ള ഒരു വലിയ മുഴയുമായിട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അവസാനം ക്യാൻസർ ചികിത്സാ വിഭാഗത്തിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഉടനെ തന്നെ അതിനുള്ള പ്രാഥമികമായിട്ടുള്ള ചികിത്സ അവിടുത്തെ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽ KP തോമസ് സാർ ഇവിടെയുള്ള സമയത്ത് ചികിത്സയ്ക്ക് വിധേയമായി ഓപ്പറേഷൻ ചെയ്തു. പക്ഷേ ഒരു വ്യത്യാസമേ ഉണ്ടായിരുന്നു. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് അവർക്ക് അനുബന്ധമായിട്ട് റേഡിയേഷൻ ചികിത്സ. പക്ഷേ നമുക്ക് നഗ്നനേത്രങ്ങൾക്ക് ക്യാൻസർ കോശങ്ങളെ എല്ലായ്പ്പോഴും കാണാൻ സാധിച്ചു എന്ന് വരില്ല. നമ്മളുടെ കാഴ്ചകൾക്കപ്പുറമായിട്ട് അതിൻ്റെ വിത്ത് കോശങ്ങൾ കണ്ടേക്കാം. അതുകൊണ്ട് അനുബന്ധമായിട്ടുള്ള ചികിത്സ വളരെ പ്രാധാന്യമേറിയതാണ്. ലിംഗത്തിൽ വരുന്ന ക്യാൻസറും ഇതുപോലെ പറഞ്ഞാൽ പലപ്പോഴും ലിംഗം കുറിച്ച് കളയുന്ന രീതിയുണ്ട്. പലപ്പോഴും ഇതിൻ്റെ ആവശ്യമില്ല. ഇന്ന് ഫലപ്രദമായിട്ടുള്ള മരുന്ന് ചികിത്സയുണ്ട്. അതുപോലെ തന്നെ കടന്ന ഘട്ടത്തിലുള്ളതാണെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്, റേഡിയേഷൻ ചികിത്സയുണ്ട്. ഇതൊക്കെ വഴി ലിംഗം നിലനിർത്തുന്നതിന് സാധിക്കും. ഗർഭാശയഗള ക്യാൻസറിനെ പറ്റി പറഞ്ഞാൽ സ്ത്രീകളിൽ ബാധിക്കുന്ന ക്യാൻസറിൽ ഏതാണ്ട് ഒരു 20-25% ഗർഭാശയഗള ക്യാൻസറാണ്. കാരണങ്ങൾ പറഞ്ഞാൽ വളരെ ചെറുപ്രായത്തിലെ ആരംഭിക്കുന്ന ലൈംഗിക ബന്ധം, പല പുരുഷന്മാരുമായിട്ട് ലൈംഗിക ബന്ധം, പല സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന പുരുഷന്മാരുമായിട്ടുള്ള ലൈംഗിക ബന്ധം. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് പറയാൻ, ഞാൻ മുമ്പേ പറഞ്ഞു, വൈറസ് ബാധ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ബാധ ഉണ്ടാവാനായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ പല പുരുഷന്മാരുമായിട്ടുള്ള ലൈംഗിക ബന്ധം, അല്ലെ പല സ്ത്രീകളുമായും ബന്ധപ്പെടുന്ന പുരുഷന്മാരുമായിട്ടുള്ള ലൈംഗിക ബന്ധം, ഇതുവഴിയൊക്കെ ഉണ്ടാകുന്നു. ലൈംഗിക ശുചിത്വമില്ലായ്മ, തുടരെയുള്ള ഗർഭധാരണങ്ങളും അടുപ്പിച്ചടുപ്പിച്ചുള്ള പ്രസവങ്ങളും, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഹെർപ്പീസ് വൈറസ് ടൈപ്പ് 2 എന്നീ വൈറസ് ബാധ. ലക്ഷണങ്ങൾ പറഞ്ഞാൽ രക്തം കലർന്ന വെള്ളപോക്ക്, ലൈംഗിക ബന്ധത്തിന് ശേഷം രക്തപോക്ക്, ഇതായിരിക്കും പലപ്പോഴുമുള്ള ആദ്യ പരാതി. ആർത്തവം നിലച്ചവരിലുള്ള രക്തസ്രാവം, ആർത്തവത്തിനിടയ്ക്കുള്ള രക്തസ്രാവം, നടുവേദന. ഇപ്പോൾ ആർത്തവം നിലച്ചവരിലുള്ള രക്തസ്രാവം ഇന്ന് ഗർഭാശയഗള ക്യാൻസറിനെ അപേക്ഷിച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഗർഭാശയത്തിന് ഗളത്തിലല്ലാതെ ഗർഭാശയത്തിന് ഇതര ഭാഗങ്ങളിലുള്ള ക്യാൻസറിൻ്റെ തോത് കൂടിക്കൊണ്ടിരിക്കുകയാണ്.
യൂട്രൈൻ ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ. അതാണ് ഇപ്പോൾ പലപ്പോഴും ഈ ആർത്തവം നിലച്ചതിന് ശേഷം രക്തസ്രാവം ലക്ഷണമായിട്ട് വരുന്ന ഒരു കൂടുതൽ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു ക്യാൻസർ ഇന്ന്. ഇത് ഈ ഗർഭാശയമുള്ള ക്യാൻസറിനെ എങ്ങനെ തടയാം എന്ന് നോക്കിയാൽ ലൈംഗിക ശുചിത്വം പാലിക്കുക, ലൈംഗിക സംയമനം പാലിക്കുക, അടുപ്പിച്ചടുപ്പിച്ചുള്ള പ്രസവങ്ങൾ ഒഴിവാക്കുക, ചെറുപ്രായത്തിലെയുള്ള ലൈംഗിക ബന്ധം, വിവാഹം ഒഴിവാക്കുക. പണ്ടുകാലത്ത് ബാലവിവാഹങ്ങളുണ്ടായിരുന്നു. 35 വയസ്സിന് ശേഷം എല്ലാവരും പാപ്പ് സ്മിയർ ടെസ്റ്റിന് വിധേയമാകും. ഈ പാപ്പ് സ്മിയർ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത വേദനയില്ല, വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. മരപ്പിക്കലോ മയക്കുമരുന്നോ ആവശ്യമില്ല, രക്തസ്രാവം ഉണ്ടാകുന്നില്ല, 1 മിനിറ്റ് സമയം മതി, ഉടൻ നടത്താം, ചിലവ് വളരെ കുറവ്. ഇതുവഴി നമ്മൾ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടെന്നൊരു നേരത്തെ കണ്ടുപിടിക്കും. ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് വരികിൽ അത് മുൻകൂട്ടി അറിയാൻ കഴിയും. അങ്ങനെ അറിഞ്ഞാൽ ഒരു കുടുംബം പൂർണ്ണമായി കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു അവയവമല്ല ഗർഭപാത്രം. അണ്ഡാശയം അങ്ങനെയല്ല, ഗർഭപാത്രം. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഗർഭപാത്രം നീക്കം ചെയ്യുന്നത് വളരെ അഭിലഷണീയമാണ്. ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് ഫലപ്രദമായ ചികിത്സ അല്ല. അതുപോലെ ഇത് ചെയ്യുമ്പോൾ പലപ്പോഴും ഗുഹ്യരോഗങ്ങൾ, അണുക്കൾ വരുത്തുന്ന മറ്റു രോഗങ്ങൾ, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് ഫലപ്രദമായി ചികിത്സിക്കുന്നതിന് സാധിക്കും. സ്തനങ്ങളിലെ ക്യാൻസർ, സ്ത്രീകളിലെ രോഗങ്ങളിൽ ഏതാണ്ട് 30-35% ഇന്ന് സ്തനാർബുദമാണ്. കൂടുതൽ വരാൻ സാധ്യതയുള്ളവർ അവിവാഹിതർ, വിവാഹം കഴിച്ചിട്ടും പ്രസവിക്കാത്തവർ, 35 വയസ്സിന് ശേഷം പ്രസവിച്ചവർ, മുലയൂട്ടാത്തവർ, നേരത്തെ ആർത്തവം തുടങ്ങിയവർ, വളരെ താമസിച്ച് ആർത്തവം നിലച്ചവർ, അമിതമായി ഹോർമോൺ കഴിക്കുന്നവർ. ഞാൻ മുമ്പേ പറഞ്ഞു വന്ധ്യതയ്ക്ക് ഹോർമോൺ ചികിത്സയ്ക്കൊക്കെ വിധേയമായവരിൽ പലപ്പോഴും ഈ സ്തനാർബുദം കണ്ടുവരുന്നുണ്ട്. ഉള്ളവർ, മദ്യം ഉപയോഗിക്കുന്നവർ, മൃഗക്കൊഴുപ്പ് ധാരാളം കഴിക്കുന്നവർ, സ്ഥലങ്ങളിൽ വിട്ടുമാറാത്ത പഴുപ്പ് വന്നിട്ടുള്ളവർ, ക്യാൻസർ അല്ലാത്ത മുഴകൾ നേരത്തെ വന്നിട്ടുള്ളവർ, രക്തബന്ധുക്കൾക്ക് സ്തനാർബുദം വന്നിട്ടുള്ളവർ, പ്രത്യേകിച്ച് ആർത്തവം നിലയ്ക്കുന്നതിന് മുമ്പ് സ്തനാർബുദം ബാധിച്ചവരുടെ രക്തബന്ധുക്കൾ. ഒരു 5% അല്ലെങ്കിൽ 10% സ്തനാർബുദം മാത്രമേ പരമ്പരാഗതമായിട്ടുള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും ഇങ്ങനെ ചില കുടുംബങ്ങളിൽ ഇന്ന് കൂടുതൽ ആൾക്കാർക്ക് ഈ സ്തനാർബുദവും അതുപോലെ അണ്ഡാശയ ക്യാൻസറും ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർ നേരത്തെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമായ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ചികിത്സ നേരത്തെ തന്നെ നടത്താൻ പറ്റും. അവർക്ക് പ്രത്യേകതരം ചികിത്സകൾ ഇന്ന് ആവിർഭവിച്ചിട്ടുണ്ട്. സ്തനാർബുദം എങ്ങനെ കണ്ടുപിടിക്കാം? മുഴകൾ, കല്ലിപ്പ്, സ്രാവം, സ്തനത്തിലെ ചർമ്മം കട്ടിപിടിച്ച് സ്തനത്തോടൊട്ടൽ, സ്തനചെട്ട് ഉള്ളിലേക്ക് വലിയുക തുടങ്ങിയ ലക്ഷണങ്ങളുള്ളവർ ഡോക്ടറെ സമീപിക്കുക, അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രവർത്തകരെ സമീപിക്കുക. FNAC ടെസ്റ്റ് എന്ന് പറയുന്നത് സൂചിയും സിറിഞ്ചും ഉപയോഗിച്ച് പരിശോധനയ്ക്ക് വിധേയമാകുക, അല്ലെങ്കിൽ ഒരു ബയോപ്സിക്ക് വിധേയമാകുക. മാമോഗ്രാഫി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ബ്രസ്റ്റിൻ്റെ എക്സ്റേ എടുക്കുക. പിന്നെ സ്വയം മാറ് പരിശോധിക്കുക. ആർത്തവം കഴിഞ്ഞ് ഏതാണ്ട് 7 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇടത്തെ മാറ് വലത്തെ കൈ കൊണ്ടും വലത്തെ മാറ് ഇടത്തെ കൈ കൊണ്ടും അതുപോലെ കക്ഷം പരിശോധിക്കുകയും ഒക്കെ ചെയ്താൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെന്ന് വരിയിൽ അത് നമുക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും ഒരു ആരോഗ്യ പ്രവർത്തകരെ കണ്ട് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാകാം, അല്ലെങ്കിൽ മാമോഗ്രാഫി ടെസ്റ്റിന് വിധേയമാകാം. ഇതുവഴി ഈ അസുഖം നേരത്തെ കണ്ടുപിടിക്കാം. നേരത്തെ കണ്ടുപിടിച്ചാൽ ഇത് പരിപൂർണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. ചികിത്സ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് സ്തനാർബുദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആളെ ഉടനെ കയറ് എടുത്തു സ്തനം നീക്കം ചെയ്യുക. വാസ്തവത്തിൽ സ്തനാർബുദം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു അസുഖമല്ല, അതൊരു സിസ്റ്റമിക് ഡിസീസാണ്. അപ്പോൾ ചികിത്സ എന്ന് പറഞ്ഞാൽ 3 ചികിത്സാ രീതികൾ, അതായത് ശസ്ത്രക്രിയ, റേഡിയേഷൻ ചികിത്സ, അതുപോലെ മരുന്ന് ചികിത്സ, കീമോതെറാപ്പി ചികിത്സ. വളരെ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഈ മരുന്ന് ചികിത്സാ രംഗത്ത്, കീമോതെറാപ്പി രംഗത്ത് ഇന്ന് സ്തനാർബുദത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. പഴയതുപോലെ സ്തനാർബുദം ഒരസുഖമല്ല, വ്യത്യസ്തമായ അസുഖങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്.
അതിൻ്റെ ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം. വാസ്തവം പറഞ്ഞാൽ ജനിതക പരിശോധനയ്ക്ക് കോംപ്രിഹെൻസീവ് ജീനോമിക് അനാലിസിസ് പലപ്പോഴും ചെയ്യേണ്ടുന്ന ഒരു 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 ടെസ്റ്റായിട്ടാണ് ഇന്ന് ക്യാൻസർ ചികിത്സാ രംഗത്ത് ആൾക്കാർ രോഗികളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും ഇതിൻ്റെ ചെലവ് കാരണം പറയുന്നില്ല. എങ്കിലും അടിസ്ഥാനപരമായ പരിശോധനകൾക്ക് വിധേയമായാൽ ഈ ചികിത്സ കൂടുതൽ ഫലപ്രദമായി നൽകുന്നതിന് സാധിക്കും. എല്ലായ്പ്പോഴും സ്ഥാനം മുറിച്ച് കളയേണ്ട കാര്യമില്ല. സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ചികിത്സിക്കുമ്പോഴാണ് സ്ഥാനം നീക്കം ചെയ്ത് ചികിത്സിക്കുന്നതിനെ കഴിഞ്ഞ് മെച്ചപ്പെട്ട ഫലം കിട്ടുന്നത്. തുടക്കത്തിൽ ചികിത്സിക്കുകയാണെന്നൊരു ഇത് തീർച്ചയായിട്ടും ഭേദമാക്കാൻ കഴിയും. ഇവിടെ നമുക്കറിയാം, സ്ഥാനം നീക്കം ചെയ്യുന്നത് പോലെ തന്നെ സ്ഥാനം നീക്കം ചെയ്യുക, അല്ലെങ്കിൽ സ്ഥാനത്തിലുള്ള മുഴ മാത്രമായിട്ട് നീക്കം ചെയ്യുക, അതുപോലെ തന്നെ സ്ഥാനം നീക്കം ചെയ്തിട്ട് സ്ഥാനം പുനഃസംഘടിപ്പിക്കുക, അതും ഇന്ന് അവലംബിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒക്കെ ഉള്ള ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അസുഖത്തിൻ്റെ ആ വ്യത്യസ്തത ഓരോ അസുഖങ്ങൾ. ഇപ്പം ചില ആൾക്കാർക്ക് വളരെ ദ്രുതഗതിയിൽ അസുഖം വരികയും വ്യാപിക്കുകയും ചെയ്യുന്നത് കാണാം, രൗദ്രഭീമനങ്ങൾ. വേറെ ചില ആൾക്കാർക്ക് സമൂഹത്തിൻ്റെ ഇവിടെ വളരെ ശാന്തമായിട്ടുള്ള അസുഖം അങ്ങനെ കാണാറുണ്ട്. അപ്പം ഇവിടെ വാസ്തവത്തിൽ ഈ കന്യാസ്ത്രീക്ക് അസുഖം ആദ്യം കണ്ടുപിടിക്കുമ്പോൾ 1971 കോട്ടയം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി. അതിനുശേഷം അവർ തിരുവനന്തപുരത്താണെന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ചു വന്നു. 1994 അവർക്ക് ആ ഓപ്പറേഷൻ ചെയ്ത സ്ഥാനത്ത് ഒരു ചെറിയ കാപ്പിക്കുരുവിൻ്റെ വലിപ്പത്തിലുള്ള ഒരു തരിപ്പ്. അപ്പോൾ പരിശോധനയ്ക്ക് വിധേയമായപ്പോൾ അത് ഈ അസ്ഥിയുടെ എക്സ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ശരീരം മാസകലം ബാധിച്ചിരിക്കുന്നു. പക്ഷേ 1994 പോയിട്ട് 2006 വരെ അവർ ജീവിച്ചു. കാരണം അവർക്ക് ഇങ്ങനെ നീണ്ട നാളുകൾക്ക് ശേഷം വീണ്ടും വരുന്ന അസുഖം പലപ്പോഴും ഹോർമോൺ ചികിത്സയ്ക്ക് വിധേയമാകുന്ന അസുഖമായിരിക്കും. ഹോർമോൺ ചികിത്സയ്ക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കീമോതെറാപ്പി സാധാരണ ചികിത്സയെ അപേക്ഷിച്ച് പാർശ്വഫലങ്ങൾ കുറവാണ്. അങ്ങനെ ഈ രോഗി 2006 വരെ പൂർണ്ണ ആരോഗ്യവതിയായിട്ടിരുന്നു. അതിനുശേഷം അവർക്ക് ദൗർഭാഗ്യവശാൽ ഗർഭാശയത്തിൽ ഒരു അസുഖം വന്നു. അങ്ങനെ അത് അതിന് ചികിത്സയ്ക്ക് വിധേയമായി താമസിച്ചാണ് അങ്ങനെയാണ് അവർ മരിക്കാനിടയായത്. ഇപ്പോൾ ഈ ചികിത്സാ രംഗത്തെ മാറ്റങ്ങൾ പറയുമ്പോൾ, ഇവിടെ ഈ കാണുന്ന ഈ രോഗി ഇവിടെ ഒരു കേക്ക് മുറിക്കുന്നു. അപ്പോൾ ഇവർ 168 പ്രാവശ്യം കീമോതെറാപ്പി. കാരണം അവർക്കുണ്ടായിരുന്നത് HER2 പോസിറ്റീവ് എന്ന് പറയുന്ന ഇനം ബ്രസ്റ്റ് ക്യാൻസറാണ്. ഇത് തിരുവനന്തപുരത്ത് RCCയിൽ കണ്ടുപിടിക്കുമ്പോഴേ അവർക്ക് മഞ്ഞപ്പിത്തമുണ്ട്, വീട്ടിൽ പൊക്കോ, നിങ്ങൾക്ക് ഭേദമാകില്ല എന്ന് പറഞ്ഞ് വിട്ടു. പക്ഷേ അവർക്ക് ESI ഉണ്ടായിരുന്നു. ESI ആനുകൂല്യം ഉണ്ടായിരുന്നവർ ദൂരദ ആശുപത്രിയിൽ വന്നു, ഞങ്ങൾ ചികിത്സിച്ചു. ട്രാസ്റ്റസുമാബ് എന്ന് പറയുന്ന നൂതനമായിട്ടുള്ള മരുന്ന് ഉപയോഗിച്ചു. 162 പിന്നെ ഈ 162 പ്രാവശ്യം മരുന്ന് എടുത്തതിന് ശേഷം 3 ആഴ്ച ഇടവിട്ടാണ് എടുക്കുന്നത്. അവർ മരണഹേതുവായിട്ട് വന്നത് കോവിഡാണ്. ഇപ്പോൾ ഇന്ന് ട്രാസ്റ്റസുമാബിൻ്റെ അടുത്ത മരുന്നുകൾ ഇന്ന് പലതും വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ, പുതിയ പുതിയ മരുന്നുകൾ ആവിർഭവിക്കുന്നതോടുകൂടി ഈ അസുഖം നിയന്ത്രിച്ച് ആയുർദൈർഘ്യം പിന്നെയും കൂടുന്നു. ഇവിടെ പലപ്പോഴും ആൾക്കാരുടെ തെറ്റിദ്ധാരണകൾ വളരെ കൂടുതലാണ്. ഇതിനൊരു മകുട ഉദാഹരണമാണ് ഈ കാണുന്നത്. ഈ അമ്മച്ചി അവർക്ക് ഒരു ശ്വാസകോശത്തിൽ വെള്ളം കെട്ടും, പ്ലൂറൽ എഫ്യൂഷനായിട്ടാണ് ദൂരദ ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ. അപ്പോൾ അവിടുത്തെ ജനറൽ മെഡിസിൻ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഇത് ഒന്ന് പരിശോധിക്കാം. ഈ നിൽക്കുന്ന മക്കളും മരുമക്കളും ഒന്നും യാതൊരു കാരണവശാലും സമ്മതിക്കില്ല, ഞങ്ങൾക്ക് പാലിയേറ്റീവ് കെയർ മതി, വേറെ ഒന്നും വേണ്ട. അവരൊരു രീതി പറഞ്ഞാലും പരിശോധനയ്ക്ക് വിധേയമായി അതിനെ ജനിതക പരിശോധന നടത്തിയാൽ എന്ത് മരുന്ന് ഉപയോഗിക്കാമെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇന്ന് ശ്വാസകോശ ക്യാൻസറിന് ഈ വലിയ കീമോതെറാപ്പി ഒന്നും അല്ലാത്ത ഏതാനും ഗുളിക രൂപേണയുള്ള ചികിത്സകളുണ്ട്. പാർശ്വഫലങ്ങൾ കുറവുള്ള മറ്റ് പല ചികിത്സാ മാർഗങ്ങളുമുണ്ട്. ഇതൊക്കെ ഇവർക്ക് നൽകണമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ ഇവർ സമ്മതിച്ചില്ല.
അങ്ങനെ അവസാനം ഈ അസുഖം തെളിയിക്കപ്പെടാതെ തന്നെ, അതായത് പരിശോധനയ്ക്ക് വിധേയമാകാതെ ഇവർക്ക് ഒരു ഗുളിക ഞാൻ കുറിച്ച് കൊടുത്തു, ജെപ്റ്റിനിൻ എന്ന് പറയുന്ന ഗുളിക കുറിച്ച് കൊടുത്തു. അവർ വീണ്ടും 2 വർഷക്കാലം വളരെ ആരോഗ്യവതിയായിട്ട് കുടുംബത്തോടൊപ്പം ചിലവഴിച്ചു. ഇതാണ് ഇതിൻ്റെ കാര്യം. ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞ് എടുത്ത് ചാടരുത്. അത് 4ാം ഘട്ടത്തിലുള്ള അസുഖത്തിനും ഇന്ന് ഫലപ്രദമായിട്ടുള്ള ചികിത്സകളുണ്ട്. വളരെ വളരെ നാളുകൾ നമുക്ക് സാധാരണ ജീവിതം നയിച്ച് കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിച്ച് പല പല സംഭവങ്ങളിലും പല പല കല്യാണങ്ങളും പിന്നെ നമ്മുടെ മാമദീസായും 28 കെട്ടും ഇതൊക്കെ പങ്കെടുത്ത് നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും കഴിയും. ഈ രോഗിക്ക് വാസ്തവത്തിൽ ലിവറിലെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ലിവർ ബാധിച്ചാണ്. അത് ഞാൻ പറഞ്ഞു നിങ്ങൾ 6 മാസം പോലും ജീവിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. ഇവർ ഇന്ന് അസുഖം പൂർണ്ണമായി ഭേദമായിട്ട് അവിടെ ചേർത്തലയിൽ ഒരു സ്കൂളിൽ നിന്നും വിരമിച്ച് വളരെ ആരോഗ്യവതിയായിട്ടിരിക്കുകയാണ്. അവർക്ക് അന്ന് അവർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വന്ന് റേഡിയേഷൻ ചികിത്സയൊക്കെ എടുത്ത് അസുഖം മാറി. ലിവറിൽ ബാധിച്ച ക്യാൻസർ. ഇത് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനായിരുന്നു പ്രൊഫസർ സുരേന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ അമ്മായിയാണ്. അമ്മായിക്ക് സ്ഥാനാർബുദം വന്നു. അത് തലച്ചോർ ബാധിച്ചു. തലച്ചോർ ബാധിച്ചു കഴിഞ്ഞു. ഇവർ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ പിന്നെ കോളമിസ്റ്റായിട്ടുള്ള ഇന്ദിരാ മേനോൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലാണ്, സരള മേനോൻ. ഇവർക്ക് ഈ അസുഖം തലച്ചോർ വന്നിട്ട് നമ്മൾ ചികിത്സിച്ച് 13 വർഷം അവർ ഒരു കുഴപ്പമില്ലാതെ തലച്ചോർ ബാധിച്ച അസുഖം. പക്ഷേ അതിന് ശേഷം വാർദ്ധക്യ സഹജമായ അസുഖം കൊണ്ടാണ് അവർ മരിക്കാൻ ചെയ്യുന്നത്. ഇത് വേറൊരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രോഗിക്ക് സ്ഥാനാർബുദം വന്നു. പുരുഷനാണ്. അയാൾക്കും വന്നത് HER2 പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ. ആദ്യം കണ്ടുപിടിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കിയില്ല. ചികിത്സ എടുത്തു. 92 വന്നു. അന്ന് നൂതനമായിട്ടുള്ള ചികിത്സയൊക്കെ കൊടുത്തു. അന്ന് നമ്മുടെ ക്യാൻസർ സർജറി ആദ്യമായിട്ട് പഠിച്ച് ഇറങ്ങിയ ഒരു ഡോക്ടർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. ശർമ്മ സാറിന് അറിയായിരിക്കും, ജേക്കബ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ചികിത്സിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് വീണ്ടും അസുഖം വന്നു. അതിന് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമായി ഹോർമോൺ ചികിത്സ നൽകി. വീണ്ടും നീണ്ടുപോയി. ചുരുക്കം പറഞ്ഞാൽ 29 വർഷത്തിന് ശേഷമാണ് ഈ അത്രയും കാലം അദ്ദേഹം ജീവിച്ചിരുന്നു. അദ്ദേഹവും ഈ പറയുന്ന പോലെ കോവിഡിനാണ് വാസ്തവത്തിൽ അടിമപ്പെട്ടത്. അപ്പോൾ ഈ ചികിത്സ വഴി വ്യാപിച്ച ക്യാൻസർ വളരെ നാളുകൾ നമുക്ക് നിയന്ത്രിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് ഈ ഒരു സ്ത്രീക്ക് ക്യാൻസർ വന്നിട്ടും അവർ തഴഞ്ഞില്ല. കല്യാണം കഴിച്ചു. അവർക്ക് കുട്ടികളുണ്ട്. അതിനുശേഷം ഇന്ന് ഈ ഭർത്താവ് മരിച്ചു. പക്ഷേ ഇന്ന് അവർക്ക് വർഷങ്ങൾക്ക് ശേഷം 20 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് എതിർ ബ്രസ്റ്റിൽ, അതായത് ഇടതുവശത്ത് ഉണ്ടായിരുന്ന അസുഖം വലതുവശത്തെ ഒരു ബ്രസ്റ്റിൽ ഒരു തടിപ്പായിട്ട് ഇന്ന് എൻ്റെ അടുത്ത് തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അതും നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചികിത്സ ഒരു തുടർച്ചയായിട്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. ക്യാൻസർ നിയന്ത്രണത്തിൽ അറിവുള്ളവരുടെ കടമ പുകയില ഉപയോഗം വർദ്ധിക്കാൻ പ്രേരിപ്പിക്കുക, വീര്യമുള്ള മദ്യപാനം ഒഴിവാക്കാൻ പ്രേരിപ്പിക്കുക, എല്ലാ ദിവസത്തെ ആഹാരത്തിലും ഇലക്കറികളും പഴങ്ങളും കഴിവത്തിൽ ഉൾപ്പെടുത്തുക, മൃഗക്കൊഴുപ്പ് കുറയ്ക്കുക, 35 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള പ്രസവിച്ച എല്ലാ സ്ത്രീകളും പാപ്സ്മിയർ ടെസ്റ്റിന് വിധേയമാക്കുക, സ്വയം സ്തന പരിശോധന, സ്വയം വായ പരിശോധന ഇവ പ്രേരിപ്പിക്കുക, അപകട സൂചനയുള്ളവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കുക, ക്യാൻസർ ഉണ്ടെന്ന് തെളിയുന്ന പക്ഷം യഥാവധി കൃത്യമായി ചികിത്സ എടുക്കുന്നതിന് പ്രേരിപ്പിക്കുക, റേഡിയേഷൻ, കീമോതെറാപ്പി, ഓപ്പറേഷൻ ഇവയെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക, പ്രസ്തുത ചികിത്സകൾ കൊണ്ട് അസുഖം മാറിയിട്ടുള്ളവരെ രോഗികൾക്ക് പരിചയപ്പെടുത്തുക. ഇത് പലപ്പോഴും പറയാൻ എളുപ്പമാണെങ്കിലും സാധ്യമല്ല. കാരണം ഈ അസുഖം വന്നിട്ടുണ്ട് എന്ന് പരസ്യമാക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ പറ്റാൻ തയ്യാറാകില്ല. ഇതൊക്കെ കൊണ്ടാണ്. പക്ഷേ ഏറ്റവും നല്ല ഉപദേശം നൽകാൻ പറ്റുന്നത്, ഒരിക്കൽ ഈ അസുഖത്തിന് ചികിത്സ കഴിഞ്ഞ് അസുഖം ഭേദപ്പെട്ടിരിക്കുന്ന ഒരു രോഗിക്കാണെന്ന് വരികിൽ ആ രോഗിക്ക് പുതിയതായിട്ട് അസുഖം കണ്ടുപിടിക്കപ്പെടുന്ന ഒരു രോഗിയോട് കാര്യങ്ങൾ വിശദീകരിച്ച് അവർക്ക് വേണ്ട ഉപദേശം നൽകി
അവരെ ഉത്തേജനം നൽകി ചികിത്സയ്ക്ക് കൃത്യമായി പോകുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് സാധിക്കും. ചികിത്സ പൂർത്തിയാക്കിയാൽ തന്നെ പിന്നീട് കൃത്യമായി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാകേണ്ടതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കും. രോഗികൾക്കുള്ള സാമ്പത്തിക ക്ലേശങ്ങൾ തരണം ചെയ്യുന്നതിന് സഹായിക്കുക. ഇന്ന് ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട്. ഗവൺമെൻറ് പ്രധാനമന്ത്രിയുടെ സഹായം ഏതാണ്ട് 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം രൂപയൊക്കെ പലപ്പോഴും കിട്ടാറുണ്ട്. മുഖ്യമന്ത്രിയുടേതുണ്ട്, ആരോഗ്യവകുപ്പ് മന്ത്രിയുടേതുണ്ട്. ഇങ്ങനെയുള്ള ഈ ചികിത്സാ സഹായം എവിടെ നിന്നൊക്കെ കിട്ടും എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ ഒരുപാട് സന്നദ്ധ സംഘടനകളെ സഹായിക്കുന്നുണ്ട്. വേദന സംഹാര ചികിത്സാ രീതികളെ പറ്റി പലപ്പോഴും ഇന്ന് ആൾക്കാർ അജ്ഞരാണ്. അത് മനസ്സിലാക്കി കൊടുക്കണം. ഇവിടെ ഞാൻ ഒരു കാര്യം പ്രത്യേകമായിട്ട് കാണിക്കുന്നത് വരുന്നതല്ല. ഇവിടെ ഈ രോഗിക്ക് ഇത് ദേശാഭിമാനിയിലെ ഒരു പ്രമുഖ ലേഖകനായ ഏഴാച്ചേരി രാമചന്ദ്രൻ സാറിൻ്റെ ഫസ്റ്റ് കസിനാണ്. ഇദ്ദേഹത്തിന് ഉദരഗ്രന്ഥിയിലെ ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോൾ അത് കസ്തൂർബ മെഡിക്കൽ കോളേജ് മംഗലാപുരം അവിടെ നമുക്ക് ഓപ്പറേഷൻ ചെയ്തതിന് പാട് കാണാം. അസുഖം പൂർണ്ണമായിട്ട് മാറി. രാമപുരത്ത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ ഇനി അനുബന്ധമായിട്ട് ചികിത്സ എടുക്കണം. പക്ഷേ ചികിത്സയ്ക്ക് വിധേയമായില്ല. ഗുരുവായൂരിൽ നിന്നുള്ള എണ്ണ ചികിത്സ. രാമപുരത്ത് നിന്ന് വണ്ടി പോകുമ്പോൾ പൈസ കൊടുക്കും, 3000 രൂപ കൊടുത്തു, എണ്ണ തല വെക്കുന്നു. രോഗി വൈദ്യനെ കാണുന്നില്ല, വൈദ്യൻ രോഗിയെ കാണുന്നു. അവസാനം ഈ രോഗി പറഞ്ഞു, എനിക്ക് ഒരു ഡോക്ടറെ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് അവസാനം അവർ രോഗിയെ കൊണ്ടുവരും. സാധാരണ രീതിയിൽ പരിശോധനയ്ക്ക് വരുമ്പോൾ രോഗികളുടെ ഒരു പൊതുവായ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ, ഞാനാണ് ആദ്യം വന്നത്, എന്നെ ആദ്യം നോക്കണം. പക്ഷേ ഈ രോഗി വന്നപ്പം മറ്റു രോഗികളെല്ലാവരും കൂടെ ഒന്നിച്ച് പറഞ്ഞു, അയ്യോ ഡോക്ടറെ, ഇദ്ദേഹത്തെ ഉടനെ തന്നെ നോക്കിവിടും, ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? ഈ ചികിത്സ പൂർണ്ണമായി എടുക്കാത്തതുകൊണ്ടാണ്. ഞാൻ മുമ്പേ ഒരു ഉദാഹരണം കാണിച്ചിരുന്നു. ഇത് ഈ കുട്ടി എബിയ എല്ലായ്പ്പോഴും ചികിത്സ വിജയിക്കണമെന്നൊന്നുമില്ല. ഈ കുട്ടി മണർകാട് തൃശ്ശൂർ വന്ന് ചികിത്സയൊക്കെ എടുത്ത് ദൗർഭാഗ്യവശാൽ ചികിത്സ പരാജയപ്പെട്ടു. പക്ഷേ അതിൻ്റെ മൂത്ത സഹോദരി നമ്മൾ ചികിത്സയ്ക്ക് വിധേയമായി അസുഖം പൂർണ്ണമായി മാറി. ഇന്ന് ഫാമിലിയൊക്കെ പാസ്സായി കാനഡയിൽ ജോലിയിലാണ്. പലപ്പോഴും ആൾക്കാരുടെ സമീപനം വ്യത്യസ്തമാണ്. ഈ 2 പേർക്കും അസുഖമുണ്ട്. ഈ ഭർത്താവിന് നാട്ടിൽ അസുഖം, ഭാര്യയ്ക്ക് ഗർഭപാത്രത്തിലുണ്ടായി. ഭാര്യയുടെ അസുഖത്തിന് ഭർത്താവ് ചികിത്സ നൽകി. ഭർത്താവിൻ്റെ അസുഖത്തിന് എത്ര പറഞ്ഞിട്ടും അയാൾ ചികിത്സയ്ക്ക് പോകുന്നില്ല. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞാൽ പോലും അവർ പോകുന്നില്ല. ഇങ്ങനെയും ഉള്ള ഭാര്യ ഭർത്താക്കന്മാർ ഉണ്ട്. നിരവധി പേര് ഇങ്ങനെ പല വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ട്. സമയദൈർഘ്യം ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കൂടുതലായിട്ട് പറയുന്നില്ല. ഈ കുട്ടി 1 വയസ്സുള്ളപ്പം ഇവർക്ക് യോനിയിലെ ക്യാൻസർ. അന്ന് നമ്മുടെ മനോജം ഒക്കെ പഠിക്കുന്ന കാലമാണ്. അന്ന് ഇവർ പലരും പറഞ്ഞു, ഇത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യണം. അത് ജെയിംസൺ ട്യൂമർ എന്ന് പറയുന്ന ഇതാണ്. യോനിയിലെ അസുഖം വന്നാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അന്ന് ഈ ചികിത്സാ രംഗത്ത്, ഈ കീമോതെറാപ്പി ചികിത്സാ രംഗത്ത് ഇന്ന് വന്നിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് അവർക്ക് മരുന്ന് ചികിത്സ എന്ന് 1 വയസ്സുള്ളൂ. ഇന്ന് അവൾ +2 എല്ലാം ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി മിടുക്കിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇന്ന് ഈ ചികിത്സാ രംഗത്ത് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ അറിയാം, ഇന്ന് നാട്ടിൽ ഏറ്റവും സാർവത്രികമായിട്ടുള്ള അസുഖങ്ങളാണ്. പല ഡോക്ടർമാരെയും ഒക്കെ കൊണ്ടുപോയിട്ടുള്ള അസുഖമാണ് ഈ ഹെപ്പറ്റോസെല്ലാർ കാർസിനോമ, ലിവർ ക്യാൻസർ. ഈ രോഗി ബ്രില്യൻറ്റിലെ ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന് ഈ അസുഖം വന്നു. അദ്ദേഹത്തിന് ഞങ്ങൾ പറ്റുന്ന രീതിയിലുള്ള ചികിത്സ കൊടുത്തു. അങ്ങേർക്ക് പാർശ്വഫലം വന്നു, വളരെ അസാധാരണമായിട്ടുള്ള പാർശ്വഫലം വന്നു. പക്ഷേ അത് എന്തായാലും അത് തരണം ചെയ്ത് ഇന്നിപ്പം 6 വർഷമായി. അപ്പോൾ ഈ ഓരോ അസുഖത്തിനും നമ്മൾ മനസ്സുമെടുക്കാതെ ചികിത്സയ്ക്ക് വിധേയമാകണം. ഈ അസുഖമൊക്കെ വന്നാൽ പോലും പലപ്പോഴും അത് കഴിഞ്ഞ് കുടുംബജീവിതമാകാം,
കുട്ടികളാകാം. ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്. ഈ രോഗി വാസ്തവത്തിൽ ഞാൻ ശർമ്മ സാറിനോട് ഞാൻ ഒരിക്കൽ പറയുകയുണ്ടായി. ശർമ്മ സാറ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുമ്പോൾ അന്ന് സാറ് എനിക്ക് റെഫർ ചെയ്ത ഒരു രോഗിയാണ് ഐഷ ബീവി. ഐഷ ബീവി തിരുവാർപ്പുഴയ്ക്ക് മാലത്തുശ്ശേരിയിലെ ഐഷ ബീവിക്ക് വന്നത് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ എന്ന് പറയുന്ന ക്യാൻസറുകളിൽ രാജനായിട്ടുള്ള ലുക്കീമിയകളിൽ രാജനായിട്ടുള്ള അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ. പക്ഷേ ഈ രോഗി ഒരു തമാശയല്ല, ഒരു 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 വളരെ രസകരമായ ഒരു കാര്യം ചെയ്തു. അവർ തിരുവാർപ്പുകാരിയാണ്. അവർ എൻ്റെ അമ്മയുടെ വീട് തിരുവാർപ്പാണ്. അങ്ങനെ അവരെന്നെ കാണാൻ വന്നപ്പം എനിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടെത്തുന്നു. അത് വേറൊന്നുമല്ല, തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള നിവേദ്യം. എന്തോ അവരിന്ന് അസുഖം പൂർണ്ണമായി ഭേദമായി സാധാരണ രീതിയിൽ ജീവിക്കുകയാണ്. ആകെ അസുഖത്തിന് ചികിത്സയുടെ സമയത്ത് ഈ രക്തക്കുറവൊക്കെ വന്ന സമയത്ത് ഒരു സാംക്രമിക രോഗമായിട്ട് പൂപ്പൽ ബാധ ലങ്സിലുണ്ടായി. അത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതല്ലാതെ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇത് 86 തിരുവനന്തപുരത്തായിരുന്നപ്പോൾ ചികിത്സിക്കാൻ പറ്റിയ ഒരു രോഗിയാണ്. അയാൾ അസുഖം മാറി, കല്യാണം കഴിച്ചു, കുട്ടികളായി, കുട്ടികൾ നേഴ്സിംഗ് വിദ്യാർത്ഥികളായി. പിന്നെ ഇയാൾ റിംസ് ആശുപത്രിയിൽ ലിഫ്റ്റ്മാനായിരുന്നു. ഇത് അതുപോലെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിൽ കിടന്ന് ചികിത്സയൊക്കെ എടുത്ത, അതിനുശേഷം പഞ്ചായത്ത് മെമ്പറുമൊക്കെ ആയി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പോയി, കുട്ടികളായി, ഒരു കുട്ടിയായി, 2 കുട്ടിയായി, ഇങ്ങനെയൊക്കെ ആകും. ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരുപക്ഷെ ചിലപ്പോൾ ശർമ്മ സാർ ഓർക്കുന്നു കാണും, ഇയാൾ ഒരു ബ്രെയിൻ ട്യൂമർ പേഷ്യൻ്റാണ്. ഇയാളിവിടെ വാർഡിൽ കിടക്കുന്ന സമയത്ത് ബ്രെയിൻ ആൻഡ് സ്പൈൻ സെൻറ്ററിൽ നിന്ന് ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ ഇയാൾക്കുള്ള ഫൈൻഡിങ്സ്, ന്യൂറോളജിക്കൽ ഫൈൻഡിങ്സ് വളരെ കൂടുതൽ, എല്ലാ ഫൈൻഡിങ്സും. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ഒരു 10-15 പേർക്കെങ്കിലും ഇത് കേസായിട്ട് പോയതാണ്. ഇയാൾക്ക് അസുഖം വന്നു ഗ്ലയോബ്ലാസ്റ്റോമ മൾട്ടിഫോമി. ഇത് ഒരിക്കൽ പോലും ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് പറയുന്നത് ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നെ MBBS പഠിപ്പിച്ച ശർമ്മ സാറിന് അറിയാം. മാത്യു റോയ് സാർ ദിവസം രാവിലെ വന്ന് ക്ലാസ് എടുക്കാൻ ഒരു എക്സ്റേ ആൻജിയോഗ്രാം കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ഏറ്റവും അപകടകാരിയായിട്ടുള്ള അസുഖമാണ്. ഇത് കണ്ടാൽ രാവിലെ കണ്ടാൽ ഉച്ചയ്ക്ക് ഓപ്പറേഷൻ ചെയ്യണം, വൈകുന്നേരം റേഡിയേഷൻ. ഇയാൾക്ക് ചികിത്സയൊക്കെ എടുത്തു. ഇയാളുടെ സഹോദരങ്ങൾ വന്ന് ചോദിച്ചു, സാറേ ഇവനെ ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം. ഞാൻ പറഞ്ഞു, ഇവരെ ഒരിക്കലും കല്യാണം കഴിപ്പിക്കാൻ പാടില്ല. എനിക്ക് സ്ഥലമാറ്റം വന്നു പോയി. അത് കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് ഒരു പേഷ്യൻ്റ് തൊടുപുഴയിൽ നിന്ന് തൃശ്ശൂർ വന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ വന്നു? അവർ പറഞ്ഞു, നിങ്ങൾ സാറ് ചികിത്സിച്ച ഒരാൾ ഞങ്ങളുടെ വീടിനടുത്തുണ്ട്, അവനിപ്പോൾ അസുഖമൊക്കെ മാറി കല്യാണം കഴിച്ചൊരു കുട്ടിയായി എന്ന് പറഞ്ഞു. ഇതൊക്കെ ഈ സംഭവിക്കും. മനസ്സുമെടുക്കരുത്. ചികിത്സ ഈ കടന്ന ഘട്ടത്തിലുള്ളതും വളരെ ഗൗരവ സ്വഭാവമുള്ള അസുഖമാണെങ്കിൽ പോലും ചികിത്സയ്ക്ക് വിധേയമായാൽ ഒരു ചെറിയ ശതമാനമെങ്കിലും ഭേദപ്പെടും. അല്ലെങ്കിൽ വളരെ നാളുകൾ സാധാരണ രീതിയിൽ ജീവിച്ചു എന്ന് വരാം. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ചികിത്സയ്ക്ക് വിധേയമാണ്. പലപ്പോഴും ആൾക്കാർ ചോദിക്കും, ഇത് ചികിത്സിച്ച് ഭേദമാക്കാവോ? ഞങ്ങൾ എത്ര വേണമെങ്കിലും മുടക്കാം. സത്യം പറഞ്ഞാൽ ഇത് ചികിത്സിച്ച് ഭേദമായില്ല എന്ന് പറഞ്ഞാൽ ഉടനെ അവർ ചെയ്യുന്നത് ആയുർവേദത്തിനോ ഹോമിയോപ്പതിക്കോ അല്ലെങ്കിൽ പിന്നെ തങ്കച്ചൻ വൈദ്യൻ്റെ വേര് ചികിത്സയ്ക്കോ ഒക്കെ പോകും. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു ശാപം. ഇതുപോലെ തന്നെ തലച്ചോറിൽ അസുഖം ബാധിച്ച ഈ ഗ്ലയോബ്ലാസ്റ്റോമ വന്ന ഒരു രോഗിയാണ്. പക്ഷേ ഇവർ ഇന്ന് സാധാരണ രീതിയിൽ ജീവിക്കുകയാണ്. അവരുടെ അസുഖം പൂർണ്ണമായിട്ട് മാറി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇതിപ്പോൾ വാസ്തവത്തിൽ അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു രംഗമാണ്. ഇതൊക്കെ സാധ്യമാണ്. ഇതും അതുപോലെ ചികിത്സയ്ക്ക് വിധേയമായി ഇവർ എന്നോട് സംസാരിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിലിടും. ഇന്നും യൂട്യൂബിൽ കിടക്കുക. ഞാൻ അവരോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ അസുഖം ഭേദമാകും. പക്ഷെ അവരിന്ന് 6-7 വർഷങ്ങൾ കഴിഞ്ഞു. അതുപോലെ
ഈ രോഗിക്ക് അണ്ഡാശയത്തിൽ വരുന്നത് ഒരു ജേം സെൽ ട്യൂമർ എന്ന് പറയുന്ന ഒരു അസുഖം. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചികിത്സയ്ക്ക് വഴങ്ങും. ചികിത്സയ്ക്ക് വഴങ്ങി അസുഖം മാറിയാലും ഒരു മുഴയായിട്ടത് കണ്ടേക്കാം. അങ്ങനെ വന്നു. ഈ മുഴ ഇവരുടെ വയറ്റിൽ ഇങ്ങനെ കണ്ടു. ഈ മുഴയ്ക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ മകൾക്ക് കല്യാണാലോചന വന്നപ്പോൾ അമ്മയുടെ മുഴ ഒരു തടസ്സമായി. കാരണം അമ്മയ്ക്ക് ഈ മുഴ, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഈ നിർജീവമായിട്ടുള്ള കോശങ്ങളാണ് ഇതിനകത്തുള്ളത്. അവസാനം ഈ മകളുടെ കല്യാണത്തിനായിട്ട് ഇവർ ഓപ്പറേഷൻ ചെയ്തു, ഈ മുഴ നീക്കം ചെയ്തു. ഇന്നിപ്പോൾ അവർ എറണാകുളം നോർത്തിൽ ജോലിക്കുണ്ട്. ഇതൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിൽ സംഭവിക്കാം. രക്താർബുദം വന്ന, ഇതും രക്താർബുദം വന്ന ആളാണ്. ഇത് മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന ഒരു തരം അസുഖം. ഇത് വന്നിട്ട് ഈ രോഗി 29 വർഷം ജീവിച്ചിരുന്നു. എന്നിട്ട് അവർ പാവപ്പെട്ടവരാണ്. അവസാനം ചികിത്സയ്ക്ക് ശരിയായ രീതിയിൽ ജീവിക്കാതിരുന്നുകൊണ്ടാണ് അതിനെ പിന്നെയും ജീവിക്കുന്നത്. ഈ 29 വർഷവും ഇവരുടെ അസുഖം മാറിയിട്ടില്ല. അസുഖം നിയന്ത്രിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. നിയന്ത്രിക്കപ്പെട്ട് ജീവിച്ച് മുമ്പോട്ട് പോകും. അതുപോലെ ഇത് നമ്മുടെ ഇവിടെ സംക്രാന്തിയിലുള്ള ആളാണ്. 20 വർഷം പിന്നിട്ട മൈലോമ രോഗിയാണ്. അസുഖം മാറിയിട്ടില്ല. അസുഖം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇതുപോലെ ഗർഭാശയത്തിൽ വന്ന ഓരോ കാഴ്ചമ്മ വന്ന് അവർക്ക് കല്യാണം കഴിച്ച ഉടനെ ഈ മുന്തിരിപ്പുരയുടെ അസുഖം വന്നപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാർ പറഞ്ഞു ഉടനെ ബന്ധം പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു അമ്മാവൻ ഒരു റിട്ടയർഡ് കോൺട്രാക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം വിളിച്ച് അന്ന് തിരുവനന്തപുരത്ത് വന്ന് ചികിത്സയൊക്കെ കഴിഞ്ഞ് അവരുടെ മക്കളൊക്കെ ജോലിയിലായി. ഇന്ന് സാധാരണ രീതിയിലുള്ള കുടുംബജീവിതം നയിക്കുന്നു. പലപ്പോഴും നമ്മളുടെ നാട്ടിലുള്ള പ്രശ്നം ആൾക്കാർ കടന്ന ഘട്ടത്തിൽ ചികിത്സയ്ക്ക് എത്തും. അതായത് ഇത്രയും കടന്ന ഘട്ടത്തിലെത്തിയത് ഇയാൾ എങ്ങനെ ഇത് സാധിച്ചു? ഇത് ഈ കാണുന്ന ഈ തലക്കെട്ട് കൊണ്ട് ഇത് മൂടി ആണ് എത്തുന്നത്. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ എത്തുമ്പോൾ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. സച്ചിൻ ടെണ്ടുൽക്കർ പറയുന്നത് ഇമ്പോസിബിൾ ഇസ് നത്തിങ്. അല്ലെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് മനസ്സുമെടുക്കരുത്, ചികിത്സയ്ക്ക് വിധേയമാകണം. തുടക്കത്തിലേ കാണുന്ന ക്യാൻസർ നമുക്ക് പൂർണ്ണമായി ഭേദമാക്കാം. നല്ലൊരു ശതമാനം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ സാധാരണ ജീവിതം അവർക്ക് കിട്ടും. പിന്നെ കടന്ന ഘട്ടത്തിലുള്ളവർക്ക് ആശ്വാസം പകരാൻ ഇന്ന് നൂതനമായിട്ടുള്ള ചികിത്സാ പദ്ധതികളുണ്ട്. ഈ രംഗത്ത് ഇന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ വന്നിട്ടുണ്ട്. കൂടുതൽ പ്രാവീണ്യമുള്ള ഡോക്ടർമാരുണ്ട്. ക്യാൻസർ എങ്ങനെ തടയാം? പുകയില വർദ്ധിക്കുക, വ്യക്തിപരമായ ശുചിത്വം, ലൈംഗിക ശുചിത്വം, മദ്യം, വറുത്തത്, പൊരിച്ചത്, കൊഴുപ്പ് ഇവ കുറയ്ക്കുക, പാചകം ചെയ്ത എണ്ണ കഴിവതും വീണ്ടും ഉപയോഗിക്കാതിരിക്കുക, പച്ചക്കറികൾ, പഴങ്ങൾ, നാരുള്ളവ സാധാരണ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക, ചെറുപ്പത്തിലുള്ള ബാലവിവാഹം ഒഴിവാക്കുക, വ്യായാമം കൂടുതലായിട്ട് ചെയ്യുക. ഇത്ര നേരം ഇതൊക്കെ കേട്ട നിങ്ങൾക്ക് നന്ദി. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്ന വരിയിൽ തീർച്ചയായിട്ടും അത് ചോദിക്കാം. അതിന് മറുപടി തരാനായിട്ട് പരമാവധി ശ്രമിക്കാം. ഇത് ഡയബറ്റീസ് പറയുന്ന ഒരു ഹെറിഡിറ്ററി ഡിസീസാണ്. ഡയബറ്റീസ് ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതാണ്. അതേപോലെ ക്യാൻസറിന് എന്തെങ്കിലും ഹെറിഡിറ്ററി ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്? ക്യാൻസറും പരമ്പരാഗതമായിട്ട് വരാം. പക്ഷേ ക്യാൻസർ ഒരാൾക്ക് വന്നെന്ന് വരിക കുടുംബത്തിൽ മറ്റുള്ളവർക്ക് ക്യാൻസർ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു 10% വരെ രോഗികൾ മാത്രമേ പരമ്പരാഗതമായ ക്യാൻസർ ഉള്ളവരുള്ളൂ. പക്ഷേ ഇന്ന് ക്യാൻസർ ചികിത്സ കാര്യങ്ങൾ വരുമ്പോൾ ഈ ഒരു HRD ടെസ്റ്റിംഗ്, ഹോമോലോഗസ് റീകോമ്പിനൻ്റ് DNA, ഇത് നോക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ജനിതകമായിട്ടുള്ള എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കിയാൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അസുഖം കുറച്ചുകൂടെ സാധാരണ ഉള്ള
പല ചികിത്സകൾക്കും വഴങ്ങുന്നതായിരിക്കും. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇന്ന് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ഇത് എല്ലായ്പ്പോഴും പരമ്പരാഗതമല്ല. എന്നാൽ പരമ്പരാഗതമായിട്ട് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ, അണ്ഡാശയ ക്യാൻസർ, ചുരുക്കം ചില അവസരങ്ങളിൽ ചില രക്താർബുദങ്ങൾ ഒക്കെ ഇങ്ങനെ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഇതൊക്കെ പരമ്പരാഗതമായിട്ട് കാണുന്നുണ്ട്.